സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബജറ്റ് കണ്ണിൽ പൊടിയിടലാണ്. ബേസിക് നികുതിയിൽ കുറവ് വരുത്തുന്നു, എന്നാൽ സർചാർജ്, സെസ് പോലെ ഉള്ളവ ഒന്നും കുറയ്ക്കുന്നില്ല. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2% മാത്രം ബാധിക്കുന്ന ഇൻകം ടാക്സ് പരിധി ഉയർത്തി എന്നുള്ളതിൻ്റെ മറവിൽ സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട ഡിവിസിബിൾ പൂളിലേക്കുള്ളത് കുറച്ചു. പകരം കേന്ദ്രത്തിന് മാത്രം ലഭിക്കുന്ന സെസ്, സർചാർജ് എന്നിവ അതേപോലെ തുടരുന്നു. എന്നിട്ട് ഈ കിട്ടുന്ന വരുമാനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില പ്രത്യേക സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ചെലവഴിക്കുന്നു. 2024-25 ബജറ്റ് കണക്കുകൾ പ്രകാരം യൂണിയൻ സർക്കാരിൻ്റെ ആകെ ചെലവായി കണക്ക് കൂട്ടിയത് 48,20,512 കോടി രൂപയായിരുന്നു. ഇപ്പോൾ പുതുക്കിയ കണക്കുകൾ പ്രകാരം 47,16,487 കോടി രൂപയെ ആകെ ചെലവുകൾ ചുരുങ്ങി. അടുത്ത വർഷം ഇതേപോലെ ചെലവ് ചുരുക്കുകയാണ് ചെയ്യുന്നത്. സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പിൽ സർക്കാർ ചെലവുകളുടെ പങ്ക് നിരാകരിക്കുകയാണ് ഈ ബജറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പ്രധാന പദ്ധതികളുടെ ചെലവ് ബഡ്ജറ്റ് ചെയ്തതിൽ നിന്നും നോക്കാം. PMAY അർബൻ, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുടെ 2024-25 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 30,171 കോടി രൂപയായിരുന്നു. 2025-26 19,794 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ വകയിരുത്തൽ. അതായത് കഴിഞ്ഞ ബഡ്ജറ്റ് വകയിരുത്തലിനേക്കാൾ 30% ഇടിവാണ് വരുത്തിയിരിക്കുന്നത്. PM പോഷൻ സ്കീമിന്റെ 2024-25 ബഡ്ജറ്റ് വകയിരുത്തൽ 12,467 കോടി രൂപയായിരുന്നു. പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇക്കൊല്ലത്തെ ചെലവ് 10,000 കോടി രൂപയായി കുറയും. ജലജീവൻ മിഷൻ വകയിരുത്തിയ 70,163 കോടി രൂപ 22,694 കോടി രൂപയായി പുതുക്കിയ കണക്കിൽ കുറച്ചു. വരും കൊല്ലം 67,000 കോടി രൂപ ചെലവിടും എന്നാണ് ബഡ്ജറ്റ് വാഗ്ദാനം. അതുപോലും 2023-24 യഥാർത്ഥ ചെലവായ 69,992 കോടി രൂപയേക്കാൾ എത്രയോ കുറവാണ് എന്ന് കാണണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ 2023-24 യഥാർത്ഥ ചെലവ് 89,154 കോടി രൂപയായിരുന്നു. ഇക്കൊല്ലവും വരും കൊല്ലവും അത് 86,000 കോടി രൂപയായി കുറയ്ക്കും. PMGSY, പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയുടെ 2023-24 ചെലവ് 15,380 കോടി രൂപയായിരുന്നു. നടപ്പ് വർഷത്തെ ബജറ്റ് വകയിരുത്തൽ 19,000 കോടി രൂപയായിരുന്നത് പുതുക്കിയ കണക്ക് പ്രകാരം ഇക്കൊല്ലം 14,500 കോടി രൂപയായി ഇടിയുന്നു. വരും വർഷത്തെ ബജറ്റ് വകയിരുത്തലിൽ വീണ്ടും കുറയാനാണ് സാധ്യത. PMAY റൂറൽ ഇക്കൊല്ലത്തെ ബജറ്റ് കണക്ക് 54,500 കോടി രൂപയായിരുന്നത് പുതുക്കിയ കണക്ക് പ്രകാരം 32,426 കോടി രൂപയായി ഗണ്യമായി കുറഞ്ഞു. സാധാരണക്കാരനിലേക്ക് പണം എത്തിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പദ്ധതികളിലും ഇതാണ് അവസ്ഥ. ഇൻകം ടാക്സ് ഇളവാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുന്നത്. അവിടെ കുറവ് വന്നത് നിർമ്മല സീതാരാമൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരുടെ പദ്ധതികളിൽ നിന്നും വെട്ടിക്കുറച്ചുകൊണ്ടാണ് എന്ന് സാരം. മാത്രമല്ല, സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട ഡിവിസിബിൾ പൂളിൽ കുറവ് വരികയും ചെയ്യും. ഇതാകട്ടെ സംസ്ഥാനങ്ങളുടെ ചെലവിടൽ ശേഷിയെ ബാധിക്കുന്നതുമാണ്. ദില്ലി തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ചുള്ള സങ്കുചിത നീക്കമാണ് ഇത് എന്നുറപ്പാണ്. കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിനോടുള്ള അവഗണനയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് ആദ്യത്തെ ബജറ്റല്ലേ, അടുത്ത ബജറ്റ് വരട്ടെ എന്ന്. ഇപ്പോൾ രണ്ടാമത്തെ ബജറ്റും വന്നു. കേരളത്തിനോടുള്ള അവഗണന തുടർച്ചയായി 8ാം വർഷമായി തുടരുന്നു. അപ്പോൾ ഗോവിയോട് പറയാനുള്ളത്, ചുമ്മാ എല്ലില്ലാത്ത നാക്ക് കൊണ്ട് താളം വിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിലോട്ടൊരു മൊട്ടുസൂചി പോലും കൊണ്ടുവരാൻ കഴിവില്ലാത്ത വെറും പ്രകാശനാണ് താങ്കളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് പാരയല്ലാതെ മറ്റൊന്നും തരാത്ത കേന്ദ്രമന്ത്രിമാർ മാത്രമാണ് BJP-യിലുള്ളത്.